രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ 2-3 തവണ മൂത്രമൊഴിക്കാൻ എണീക്കേണ്ടി വരും. വെള്ളം കുടിക്കാൻ പേടിയാണ് ആൾക്കാർക്ക്. ബസ്സിൽ കയറിയ പേടിയാണ്, മൂത്രമൊഴിക്കാൻ തോന്നിയാൽ എന്താ ചെയ്യുക എന്നുള്ളത്. ട്രെയിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. മൂത്രമൊഴിക്കാൻ നല്ലോണം ഉണ്ടാകും, പക്ഷെ മൂത്രമൊഴിച്ചാൽ വളരെ കുറച്ചേ പോവുള്ളൂ, നല്ല മഞ്ഞ കളറും ആവും. രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ 2-3 തവണ മൂത്രമൊഴിക്കാൻ എണീക്കേണ്ടി വരിക. മൂത്രമൊഴിച്ച് കഴിയുമ്പോഴോ ഒരു തുള്ളിയൊക്കെ ചിലപ്പോൾ അടിവസ്ത്രത്തിൽ പോരുക, അല്ലാന്നുണ്ടെങ്കിൽ മൂത്രം സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഫീല്, ഇനി ഒഴിക്കാനുണ്ട്, കുറച്ച് മൂത്രം കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, മൂത്രം ഭയങ്കര സ്ലോ ആയിട്ട് പോരുക, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട്, അതായത് ഒന്ന് മുറിഞ്ഞ് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരിക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ കൺട്രോൾ കിട്ടാത്തൊരവസ്ഥ. ഈ രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഒ പിയിൽ വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത് പറയുമ്പോൾ ഒരു സ്കാനിങ് എടുപ്പിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർക്ക് ബിനൈൻ പ്രോസ്റ്റൈറ്റിക് ഹൈപ്പർപ്ലേഷ്യ അല്ലെങ്കിൽ BPH അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് BPH അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി എന്നുള്ളത് പറയാം. ആദ്യം തന്നെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണെന്നുള്ളത് പറയാം. അതായത് മൂത്രസഞ്ചിക്ക് തൊട്ട് താഴെ മൂത്രനാളിക്ക് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അപ്പോൾ യുവാക്കളിലൊക്കെ ഇതിൻ്റെ സൈസ് നോർമലായിരിക്കും, അതുകൊണ്ട് തന്നെ യൂറിൻ ഫ്ലോയ്ക്കൊന്നും പ്രത്യേകിച്ച് ഡിഫറൻസ് ഉണ്ടാവില്ല. പക്ഷെ ഒരു ഏജ് കഴിയുമ്പോൾ, അതായത് ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ പതുക്കെ ഈ ഒരു ഗ്രന്ഥി വീങ്ങിത്തുടങ്ങും. അപ്പോൾ ഈ ഒരു ഗ്രന്ഥി വീങ്ങുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, ഇത് മൂത്രനാളിയെ പോയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മൂത്രനാളിയിൽ മൂത്രം പോരാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് മൂത്രസഞ്ചിയിൽ നിന്ന് പ്രോപ്പറായിട്ട് മൂത്രം പോരില്ല, അത് ചിലപ്പോൾ സ്ലോ ആവും, ചിലപ്പോൾ മുഴുവൻ പോവാത്ത അവസ്ഥ വരും. ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ളവർ കാണിക്കുന്നത് എന്നുള്ളത് പറയാം. ഈ പറഞ്ഞ രീതിയിൽ തന്നെ മൂത്രം നാളിയെ പോയിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മൂത്രം ഭയങ്കര പതുക്കെ പോരും. അപ്പോൾ ആദ്യമൊക്കെ ആളുകൾ ഇത് ശ്രദ്ധിക്കില്ല, വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെന്ന് കരുതും. പക്ഷെ ഇത് കൂടുതലാവുമ്പോഴാണ്, ഒരു പരിധി കഴിയുമ്പോൾ ഇത് ഭയങ്കര സ്ലോ ആവും. വാഷ്റൂമിൽ പോയാൽ കുറേ നേരം കഴിഞ്ഞിട്ട് ഇവർക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മൂത്രം സ്പ്ലിറ്റ് ആയിട്ട്, അതായത് മുറിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് കുറച്ച് മുക്കി എന്നിട്ട് മൂത്രം മുഴുവനായിട്ട് ഒഴിക്കേണ്ട അവസ്ഥ ഉള്ളവരുണ്ട്. പിന്നെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടില്ല, മുഴുവൻ ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കുറച്ച് നേരം ബാത്റൂമിൽ അവർക്ക് വെയിറ്റ് ചെയ്യണം, അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു തുള്ളി അടിവസ്ത്രത്തിൽ വരും, പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ആ ഒരു പ്രയാസം ഏറ്റവും കൂടുതൽ വന്നിട്ട് നമ്മളടുത്ത് പറയാറ്. പിന്നെ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നാം. അതായത് പകലൊക്കെ വെള്ളം കുടിക്കാൻ പേടിയാണ് ആൾക്കാർക്ക്. അതായത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അവർ പറയുക, ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ആ ഒരു മൂത്രം ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ കുറേ പ്രാവശ്യം മൂത്രം ഒഴിക്കണം, അതും ഇടയ്ക്കിടയ്ക്ക് പോകണം. അതായത് ഒരു യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു ബസ്സിൽ കയറിയ പേടിയാണ്, മൂത്രം ഒഴിക്കാൻ തോന്നി എന്താ ചെയ്യുക എന്നുള്ളത്. ട്രെയിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ബാത്റൂം ഉണ്ടോ, അങ്ങനത്തെ ഒരു ടെൻഷനാണ്, കാരണം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം. പിന്നെ അതേപോലെ മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കൺട്രോൾ കിട്ടില്ല. അതായത് പുറത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വീട്ടിൽ വന്ന് കഴിഞ്ഞ് ടോയ്ലറ്റ് കണ്ടാൽ പിന്നെ കൺട്രോളില്ല, ആ ഒരു അവസ്ഥ പറയാറുണ്ട് കുറേ പേര്. ചിലർക്ക് ഈ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയില്ല, മൂത്രം ഒഴിക്കാനൊക്കെ നല്ലോണം ഉണ്ടാവും, പക്ഷെ മൂത്രം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ 2-3 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്താലേ മൂത്രം വരുള്ളൂ, അങ്ങനത്തെ അവസ്ഥയുള്ളവരുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ ഉദ്ധാരണ പ്രശ്നം, താല്പര്യക്കുറവ്, പിന്നെ അതേപോലെ ശുക്രസ്ഖലനം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു 45 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. അതായത് ചില ഹോർമോൺസ് കുറയുകയും ചെയ്യും, ചില ഹോർമോൺസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങും, ഈ സെക്ഷലി ഉള്ള താല്പര്യങ്ങൾ കുറയും, അല്ലെങ്കിൽ ചിലർക്ക് താല്പര്യം ഉണ്ടാവും പക്ഷെ ഉദ്ധാരണം ഉണ്ടാവില്ല, ചിലർക്ക് ഉദ്ധാരണം ഉണ്ടാവും പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. സമയക്കുറവ് വരും, സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ഫീല് വരും, ഇതിനെ പറ്റിയിട്ടുള്ളൊരു ചിന്തയില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ചിലർക്കൊക്കെ ഉണ്ട് മൂത്രം ഒഴിക്കുമ്പോൾ വേദന പറയാറുണ്ട്. അതായത് മൂത്രം ഒഴിക്കുമ്പോൾ വേദന, ചിലർക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ വേദന, മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വേദന മാറും. ചിലർക്ക് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുത്തലും മെരിച്ചിലും പുകച്ചിലും പറയുന്ന ആൾക്കാരുണ്ട്. മൂത്രം ഭയങ്കര മഞ്ഞക്കളറ്, അല്ലെങ്കിൽ മൂത്രം വളരെ കുറഞ്ഞ് മൂത്രം പോവുക, മൂത്രം ഒഴിക്കാൻ നല്ലോണം ഉണ്ടാകും പക്ഷെ മൂത്രം ഒഴിച്ചാൽ വളരെ കുറച്ചേ പോവുള്ളൂ, നല്ല മഞ്ഞക്കളറും ആവും. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം
ഉണ്ടെങ്കിലുള്ള ലക്ഷണങ്ങൾ ചില ആളുകളിൽ അത്രയും മാത്രം ഇൻഫെക്ഷനൊക്കെ ഉള്ള ആളുകളിൽ ചിലപ്പോൾ മൂത്രത്തിൽ ബ്ലഡും കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ആരിലൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലുമൊക്കെ ഇതേപോലെ മൂത്രത്തിന് പ്രശ്നമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 40 വയസ്സിനോട് അടുപ്പിച്ചിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും അടിവയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തുടക്കമുണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാം. പിന്നെ അടുത്തത്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ, പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ അമിതവണ്ണമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മലബന്ധം സ്ഥിരമായിട്ടുണ്ട്, മലത്തിന് വേണ്ടി മുക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അടുത്തത്, ഇത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ആദ്യമൊന്നും ആളുകൾ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വരില്ല. കാരണം പലരും കരുതുന്നത് ഇത് നോർമലാണ്, അതായത് രാത്രിയിൽ മൂത്രമൊഴിക്കാൻ എണീക്കുന്നുണ്ട്, അത് നോർമലാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ, പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ പ്രമേഹം കാരണമാണിത് എന്നുള്ള വിചാരിച്ച് ഇതിന് ട്രീറ്റ്മെൻറ്റ് വൈകി പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു കാര്യം ഉണ്ട്, രാത്രിയിൽ ഒരു തവണയൊക്കെ എണീക്കുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ 2 തവണ എണീക്കുന്നത് നോർമലായിരിക്കാം, ഒക്കേഷണലി 2 തവണ എണീക്കുന്നത്. പക്ഷേ എന്നും ഇങ്ങനെ 2, 3, 4 തവണ എണീക്കുക എന്ന് പറഞ്ഞാൽ അത് നോർമലല്ല. പക്ഷെ അത്രയും ഒരു അഡ്വാൻസ്ഡ് ഘട്ടത്തിൽ എത്തുമ്പോഴാണ് പലപ്പോഴും ഇവർ ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ തുടക്കം, അതായത് മൂത്രം ഒന്ന് സ്ലോ ആണ്, അല്ലെങ്കിൽ കൺട്രോൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്കൊരു ലീക്കായി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ 6 മാസം നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പലപ്പോഴും ഇതിൻ്റെ തുടക്കമാണെങ്കിൽ സ്കാനിങ്ങിൽ ഇത് കാണണമെന്നില്ല, പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് നോർമലാണ്, പക്ഷേ മൂത്രസഞ്ചിയിൽ മൂത്രം കിടക്കുന്നുണ്ട് എന്നുള്ളത് കാണും. അപ്പോൾ അങ്ങനത്തെ ഘട്ടത്തിലെത്തുമ്പോഴേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത്, ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ സൈസ് ഒരു പരിധിയിൽ കൂടുതലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മൂത്രത്തിൽ ഇൻഫെക്ഷനും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബ്ലഡിലുള്ള ഒരു PSA ടെസ്റ്റ് ചെയ്യണം. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് ക്യാൻസറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാൻസർ രോഗമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു PSA ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേതായിട്ട് തക്കാളി നന്നായിട്ട് കഴിക്കുക. തക്കാളിയിലുള്ള കുരുവിലുള്ള ലൈക്കോപ്പീൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തത് മത്തൻ്റെ കുരു, ഡ്രൈ ഫ്രൂട്ട്സ് ഇവയൊക്കെ കഴിക്കുന്നത്, പ്രത്യേകിച്ചും സീഡ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നന്നായിട്ട് പച്ചക്കറി കഴിക്കുക. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രക്കോളി, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ അടുത്തത്, നിങ്ങൾ മലബന്ധം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് മുഴുവനായിട്ടുള്ള ധാന്യവർഗ്ഗങ്ങൾ, പിന്നെ അതുപോലെ ഇലക്കറികൾ ഇവയൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക. കാരണം മലബന്ധം വന്നു കഴിഞ്ഞാൽ ആ ഒരു പെൽവിക് ഏരിയയിലുള്ള കഞ്ചഷൻ കൂടും. അപ്പോൾ നിങ്ങൾക്ക് മൂത്രസഞ്ചിയിൽ മൂത്രം കൂടുതൽ കെട്ടി നിൽക്കുന്ന പോലെയും ആ ഒരു സിംറ്റംസ് കൂടുതലാവാനും കാരണമാവാറുണ്ട്. പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രോസസ്ഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ആർട്ടിഫിഷ്യലായിട്ട് കളേഴ്സും ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കുക. റെഡ് മീറ്റ്, പുറത്തു നിന്നുള്ള ഹോട്ടൽ ഫുഡ്, അങ്ങനെ ഒരുപാട് മസാല, എണ്ണമയമുള്ള സാധനങ്ങൾ ഇവയൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരാണ്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, നിങ്ങൾ മൂത്രം ഒഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് പിടിച്ചു വെക്കാണ്ട് ഉടനെ പോയിട്ട് മൂത്രം ഒഴിക്കുക. ഒരിക്കലും മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ അത് പിടിച്ചു വെക്കരുത്, കാരണം ഇത് ഭാവിയിൽ ബ്ലാഡർ മസിൽസിനെയും കൂടെ ബാധിക്കും. അപ്പോൾ തീരെ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയൊക്കെ വരും. പിന്നെ അടുത്തത്, ഈ പറഞ്ഞ പോലെ ഓരോ 6 മാസം കൂടുമ്പോഴും ടെസ്റ്റുകൾ നടത്തുക. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, പിന്നെ അതേപോലെ സ്കാനിങ് ഇതൊക്കെ എടുക്കുക. പിന്നെ യൂറിനിൽ എപ്പോഴെങ്കിലും ഇൻഫെക്ഷൻ കാണുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നതൊക്കെ കറക്റ്റ് അല്ലേ, വെള്ളം കുടിയുടെ അളവ് പ്രോപ്പർ അല്ലേ, എന്തുകൊണ്ടാണിത് വരുന്നത് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത്, എപ്പോഴൊക്കെയാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. അതായത് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ, മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം മുഴുവനായിട്ട് ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് UTI, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ
ഇൻഫെക്ഷൻ സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻ പ്രോസ്റ്റേറ്റിലേക്ക് വരികയും അല്ലെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷൻ കയറിയിട്ട് കിഡ്നിയിലേക്ക് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ഭാവിയിൽ വേറെ വിധ കോംപ്ലിക്കേഷൻസ് വരും. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടി നിന്നാൽ മൂത്രസഞ്ചിയിൽ സ്റ്റോൺ വരാൻ, ഈ ഒരു മൂത്രക്കല്ല് വരാൻ കാരണമാവാറുണ്ട്. അതേപോലെ മൂത്രസഞ്ചിയുടെ ആ ടോൺ നശിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാതെ നിങ്ങൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ മൂത്രം തീരെ ഒഴിഞ്ഞു പോകുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, രാത്രിയിൽ 2, 3, 4 തവണ മൂത്രം ഒഴിക്കാൻ പോയിട്ട് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ട്, ഇത് കാരണം നിങ്ങൾക്ക് പകൽ ഭയങ്കര ക്ഷീണമാണ്, അതേപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്നുണ്ട്, മൂത്രം മുഴുവനായിട്ട് ഒഴിഞ്ഞു പോകാത്ത അവസ്ഥയുണ്ട്, മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ട്, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, മൂത്രത്തിൽ ബ്ലഡ് കാണുകയും മൂത്രത്തിൻ്റെ കളർ തീരെയില്ല, മൂത്രത്തിൻ്റെ ക്വാണ്ടിറ്റി കുറവ്, ഈ ഒരു അവസ്ഥയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണുക, വേണ്ട ടെസ്റ്റുകൾ എടുക്കുക, വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അത് നിർബന്ധമാണ്. ഇതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രത്തിലുള്ള ഇൻഫെക്ഷൻ, മൂത്രം ഒഴിക്കുമ്പോഴുള്ള ചുട്ടുപൊകച്ചിൽ, വേദന, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഇതിൻ്റെ സംശയങ്ങൾക്കും ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.